അമ്മേ, ഞാൻ അന്ന് പറഞ്ഞിരുന്നില്ലേ വിസയുടെ കാര്യം? കത്ത് വന്നിരിക്കുന്നു. അടുത്ത ബുധനാഴ്ചയ്ക്കാവും 8000 രൂപ കൊടുക്കണം. 8000 രൂപ എവിടുന്നുണ്ടാക്കും മോനെ? പണയം വെക്കാനും വിൽക്കാനുമായി ഇനി എന്തെങ്കിലും ഉണ്ടോ ഇവിടെ? ഇത്രയും നല്ലൊരു ചാൻസ് എന്തായാലും കളയരുത്. ഞാൻ ഏട്ടനോടൊന്ന് പോയി ചോദിച്ചാലോ? അത് വേണ്ടമ്മേ. അതെന്താ? അമ്മാവന്റെ കയ്യിൽ നിന്ന് കാശ് കിട്ടിയാൽ കടിക്കോ? ചോദിച്ചാലും അമ്മാവൻ തരില്ല. അത് ചോദിച്ചു നോക്കിയാലല്ലേ അറിയാനൊക്കൂ. അമ്മാവന്റെ കാര്യമായതുകൊണ്ട് നേരത്തെ അറിയാം. ഇത്രയും കഷ്ടപ്പാടൊക്കെ ഉണ്ടായിട്ടും ഞാൻ ഇതുവരെ ഏട്ടനെ ശല്യപ്പെടുത്തിയിട്ടില്ല. കാര്യം പറഞ്ഞാൽ ഏട്ടൻ തരാതിരിക്കില്ല. അമ്മയ്ക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്കൂ. അപ്പോ 8000 രൂപ ഞാൻ തന്നാലേ അച്യുതന് ഗൾഫിൽ പോകാൻ പറ്റൂ. അത്രയല്ലേ ഉള്ളൂ. തൽക്കാലം നിന്റെ 8000 രൂപ ഇല്ലാത്തത് കൊണ്ട് നീ നിന്റെ സ്വന്തം ചേട്ടനോട് ചോദിക്കുന്നു. അത് തെറ്റല്ല. ചേട്ടന് 8000 രൂപ നിന്നെ സഹായിക്കാനുള്ള കഴിവുണ്ട്, അല്ലേ? ഇല്ലെന്താ പ്രശ്നം? എന്താ അച്യുതാ, പ്രശ്നം വല്ലതും ഉണ്ടോ? അപ്പൊ പിന്നെ പ്രശ്നമൊന്നുമില്ല. എന്നാ പ്രശ്നമുണ്ട്. സാവിത്രി, നിന്നെ സൃഷ്ടിച്ചതും എന്നെ സൃഷ്ടിച്ചതും ഈശ്വരൻ. ആ ഈശ്വരൻ തന്നെയാണ് എന്നെ പണക്കാരനാക്കിയതും നിന്നെ പാവപ്പെട്ടവളാക്കിയതും. എന്താ അതിന്റെ കാരണം? എന്തോ ഒരു കാരണമില്ലേ? ഉണ്ട്. ഓരോരുത്തരുടെയും കയ്യിലിരിപ്പിന്റെ ഫലം. സത്യം പല്ലി കളിച്ച കേട്ടില്ലേ? സർവശക്തനായ ഈശ്വരന് പോലും നിന്നെ സഹായിക്കാനുള്ള മനസ്ഥിതി ഇല്ലെന്നിരിക്കെ ആ ഈശ്വരനെ മറികടന്നുകൊണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്താൽ എന്തായിരിക്കും അതിന്റെ ഫലം? ഈശ്വരൻ എന്നോട് പറയും, എടാ തകപ്പ, സ്വന്തം ഇഷ്ടപ്രകാരം കണ്ട തെണ്ടിയുടെ കൂടെ ഇറങ്ങിപ്പോയ ഒരുത്തിയെ ഞാൻ ശിക്ഷിക്കാൻ നോക്കുമ്പോ നീ അവളെ രക്ഷിക്കാൻ നോക്കുന്നോടാ തെണ്ടി. നിന്റെ സകല സ്വത്തുക്കളും നശിച്ചു പോട്ടെ. അങ്ങനെ എന്റെ എല്ലാ സ്വത്തുക്കളും നശിച്ച് ഞാൻ പിച്ചപ്പാറ എടുക്കുന്നത് നിനക്ക് കാണണോടി സാവിത്രി? അപ്പോ ഒന്നുമില്ല. നിന്നെ സൃഷ്ടിച്ചതും എന്നെ സൃഷ്ടിച്ചതും ഈശ്വരൻ. അത് തന്നെ എന്റെ കാര്യം. നാത്തോനെ വരൂ, അത്താഴം കഴിച്ചിട്ട് പോവാം. വേണ്ട, അവിടെ ആരുമില്ലല്ലോ, ഞങ്ങൾ പോട്ടെ. അച്ചേട്ടാ, കഴിച്ചിട്ട് പോയാ പോരെ? വേണ്ട. നിങ്ങൾ എങ്ങോട്ടേക്കാ? ഞാൻ പോങ്ങാറ്റ പോവുക. സമയമായിട്ട് വണ്ടി പോകുന്നില്ല. നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ വണ്ടി വിടുന്നുണ്ടോ? അദ്ദേഹം ഒന്ന് ഇങ്ങോട്ട് വന്നോട്ടെ. ഞാൻ കൃത്യസമയത്ത് ഓഫീസിൽ എത്തേണ്ടതാ. അദ്ദേഹം വന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറപ്പിച്ചോളാം. പറപ്പിക്കണ്ട, ഓടിച്ചാ മതി. അവനോട് കേറാൻ പറ. അയ്യോ, അദ്ദേഹത്തോട് ഞാൻ പറയുന്നത് പറയെടുപ്പ് പോലെ നിർത്തി നിർത്തി പോകാനാണ്. ഞങ്ങൾ വല്ല കാളവണ്ടിയും പിടിച്ചു പോയിക്കോളാം. നീ ചിരിക്കണ്ട. നീ ചിരിക്കാറാമ്മ ഞാൻ പറയാൻ കേട്ടോ. ഇടാൻ മുന്നേ വെച്ചോ കൊരങ്ങ. വണ്ടിയിൽ തുണിയിലാണ്ട് കുത്തിരിക്കുക. ആരെന്ന് പറഞ്ഞാലും ശരി, അദ്ദേഹം വരാതെ വണ്ടി വിടാൻ ഒക്കൂല. അല്ല, അദ്ദേഹം വരാൻ താമസം ഉണ്ടെങ്കിലേ ഞാൻ പോയി ഒരു ചായ കുടിച്ചോണ്ടോ? ഇദ്ദേഹം ചായ കുടിക്കാൻ പോകുമ്പോഴേ അദ്ദേഹം വന്ന് കേറിയാലോ? എന്ത് ചെയ്യും? നിങ്ങളൊന്ന് വിളിക്കുന്നേ. വലിയ വലിയ ആളുകളെ വലിയ വലിയ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ വിളിക്കാൻ പാടില്ല. തെറ്റാ. യു അണ്ടർസ്റ്റാൻഡ്? ഇതാ കണ്ടോ? പിന്നെ അമ്മാവാ, അല്ല മുബേനെ തന്നെ വിളിച്ചേ. മുബിനെ വരുന്നതോ? ഞങ്ങൾ പോട്ടോ? ആർക്കാടാ ഇത്ര ധൃതി? അത്ര ധൃതി അല്ലെങ്കിലേ ഒരു എയറോപ്ലെയിൻ പിടിച്ചാൽ പോ. എയറോപ്ലെയിൻ ചക്കാത്തിനല്ലോ കാശ് നീടല്ലേ? കാശ് തന്നെങ്കിൽ നിന്റെ സൗകര്യത്തിൽ തുള്ളണോ? എന്റെ ബസ്സാണെങ്കിൽ ഞാൻ പറയുമ്പോ ഓടും, ഞാൻ പറയുമ്പോ നിൽക്കും. ഇങ്ങനെ പോയാ ഓടി ഓടി ഒരു ദിവസം നിൽക്കും. നിന്റെ ഗതാഗതത്തിന് വിളക്കല്ലേ? നീയൊക്കെ ഈ പൊരിഞ്ഞ വേലത്ത് ഈ മരുഭൂമിയിൽ കൂടെ തെക്ക് വടക്ക് കാണുന്ന ക്ഷീണിക്കണ്ടെന്ന് വിചാരിച്ച് മുതലാളി ഒരു ബസ് വാങ്ങിച്ചിട്ടപ്പോ ശപിക്കുന്നോടാ. ഇവനെ ഒന്നും നിലയ്ക്ക് നിർത്താൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല. പെസക് സെന്ററാ, ഉടക്കിയ വണ്ടിക്ക് അതിന്റെ കേട്. അങ്ങനെ ഒരുത്തരം പേടിച്ച് വണ്ടി ഓടിക്കണ്ട. ഇവൻ എവിടുത്തെ ടിക്കറ്റ് എടുത്തിരിക്കുന്നത്? ഇവൻ മണ്ണൂരല്ലേ? മണ്ണൂര്. ഞാൻ കോങ്ങാട്ടേക്കാ. കോങ്ങാട്. കോങ്ങാട്ടേക്കാ. കോങ്ങാട്ടേക്ക് എത്രയാ ചാർജ്? അത് ഏനം പോലെ വാങ്ങിക്കും.
50 പൈസ ആ? 50 പൈസ ആ 50 പൈസ കൊടുത്തവനെ ഇറക്കി വിട്. 50 പൈസ. ടിക്കറ്റ് എടുത്തവനെ ഒന്നും അങ്ങനെ ഇറക്കി വിടാൻ ഒക്കത്തില്ല. എന്നാ ഇവനെ ഇറക്കാതെ വണ്ടി വിടുന്നില്ല. എന്നാ അവനെ ഇറക്കാതെ ഞാൻ വണ്ടി കയറുകയില്ല. നിങ്ങൾ കാരണം ഇത്ര ആൾക്കാരുടെ യാത്ര മുടക്കരുത്. മുതലാളി പറഞ്ഞതാ. പാരമ്പര്യമായിട്ട് പിടിവാശിക്കാരുടെ കുടുംബമാ. ഓ. 50 പൈസ പിടി. ആ ഞാനായിട്ട് മുടക്കുന്നില്ല. എന്നാ പിന്നെ അതാ നല്ലത്. ആ കാണാം. ഓ കാണാം. പിടിച്ചോ, കൈ വേണ്ടേ? വണ്ടി വിടറോ. വിസിലടിച്ചില്ല. ആ വിസിലിടോ. അച്ചേട്ടാ, 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 എന്ത് വേണം? എന്നോട് ദേഷ്യമാണോ? അയ്യോ, ദേഷ്യപ്പെടാൻ ഞാനാര്? നിങ്ങളൊക്കെ വലിയ വലിയ ആളുകൾ, ദൈവത്തിന്റെ വരപ്രസാദം ലഭിച്ചവർ. ഞാൻ അച്ചേട്ടനെ കാണാനിരിക്കുകയായിരുന്നു. എന്താ വിശേഷം? അച്ചേട്ടനെ സഹായിക്കാൻ അച്ഛന് കഴിവില്ലാഞ്ഞിട്ടല്ല, എന്തോ അച്ഛൻ അങ്ങനെയായിപ്പോയി. അത് ഞാൻ ആരോടും പരാതി പറഞ്ഞില്ലല്ലോ. അമ്മയ്ക്കും എനിക്കും വളരെ വിഷമം തോന്നി. എന്റെ കാര്യത്തിൽ നിനക്കെന്തിനു വിഷമം തോന്നണം? അതിന് നീ ഞാനും തമ്മിൽ എന്ത് ബന്ധം? ഓ, പണക്കാർക്ക് പട്ടിണി പാവങ്ങളോട് സാധാരണ തോന്നാറുള്ള സഹതാപമായിരിക്കും. എടി, എനിക്ക് നിന്റെ സഹതാപം ഒന്നും വേണ്ട. ദേഷ്യം തീരുന്നവരെ അച്ചേട്ടൻ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, ഞാൻ കേൾക്കാം. നിന്നെ ഗൾഫുകാരനെ കൊണ്ട് കെട്ടിച്ചാൽ അന്തസ് കൂടുമെന്ന് അയാൾ വിചാരിച്ചു കാണും. എന്നെ പോലെയുള്ള ആപ്പ ഗൾഫിൽ പോയാൽ മകളെ കെട്ടാൻ പോകുന്നവരുടെ വില ഇടിഞ്ഞു പോവില്ലേ? അച്ചേട്ടൻ വിചാരിക്കുന്നുണ്ടോ ഒരു ഗൾഫുകാരനെ കെട്ടാൻ ഞാൻ ഓടി നടക്കുകയാണെന്ന്? അതൊക്കെ നിന്റെയും നിന്റെ തന്തയുടെയും കാര്യം. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, അച്ഛനോട് ദേഷ്യമുണ്ടെന്ന് വെച്ച് അച്ചേട്ടൻ എന്തിനാ എന്നോട് കയർക്കുന്നത്? എല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. കുട്ടിക്കാലത്തൊക്കെ എത്ര സ്നേഹമായിട്ടാണ് അച്ചേട്ടൻ എന്നോട് പെരുമാറിയിരുന്നത്. മറ്റുള്ള കുട്ടികൾ എന്നെ കളിയാക്കിയാൽ തന്നെ അച്ചേട്ടൻ അത് സഹിക്കില്ലായിരുന്നു. സ്കൂളിൽ പോകുന്ന കാലത്ത് എനിക്ക് സ്ലേറ്റ് മായ്ക്കാൻ മഷിത്തൊണ്ട് പൊട്ടിച്ചു തരാറുള്ള ആ അച്ചേട്ടനെ എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അച്ചേട്ടൻ എന്നെ വെറുക്കാൻ തുടങ്ങിയത്? വളർന്നപ്പോൾ പലതും ഞാൻ അറിഞ്ഞു. നമ്മളെന്നും രണ്ട് തോണിയിൽ സഞ്ചരിക്കേണ്ടവരാണെന്ന് എനിക്ക് തോന്നി. സ്വയം ഒരു തോന്നലുണ്ടായത് എന്റെ കുറ്റമാണോ? ഒരു ശത്രുവിനെ കാണുന്ന പോലെ എന്നെ കാണാൻ തുടങ്ങി. പക്ഷെ ഞാൻ ഒരിക്കലും അച്ചൂട്ടനെ അങ്ങനെ കരുതിയിട്ടേയില്ല. എന്നുവെച്ചാൽ ഇത് വിറ്റോളൂ. എന്തിന്? പോകാൻ കാശ് വേണ്ടേ? നിന്റെ കയ്യിൽ നിന്ന് ഇത് വാങ്ങിച്ചിട്ട് എനിക്കെങ്ങും പോകണ്ട. പിന്നെ ഞാൻ നിന്നെ പലപ്പോഴും വേദനിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് നീ അങ്ങ് ക്ഷമിച്ചേക്ക്. അതൊന്നും സാരമില്ല. അച്ചൂട്ടൻ ഇത് വാങ്ങൂ. വേണ്ട നന്ദിനിക്കുട്ടി, അത് ശരിയാവില്ല. ഉദ്ദേശിച്ച സ്ത്രീധന തുക കിട്ടാത്തതുകൊണ്ട് തന്നെയാണ് ഇവന്റെ കല്യാണം ഇത്രയും വൈകിയത്. എന്നാലും 5 ലക്ഷവും ഒരു കാറും എന്നൊക്കെ പറഞ്ഞാൽ. കുവൈറ്റിൽ 2 പോഷ് ഫ്ലാറ്റുകൾ, 3 ബെൻസ് കാറുകൾ, 9 ബോട്ടുകൾ, അങ്ങനെ പലതും സ്വന്തമായി ഉണ്ട് എനിക്ക്. അതങ്ങ് കുവൈറ്റിലല്ലേ? അതുമല്ല, ഇത്രയൊക്കെ സൗകര്യങ്ങളുള്ള സ്ഥിതിക്ക് കുറച്ച് രൂപയ്ക്കും ഒരു അംബാസഡർ കാറിനും വേണ്ടി കല്യാണം എന്തിനാ മാറ്റി വെക്കുന്നത്? 4 ആള് ചോദിച്ചാൽ ഞാൻ ഇത് സമാധാനം പറയും മിസ്റ്റർ തങ്കപ്പൻ നായർ. പിന്നെ ഈ സ്ത്രീധനം എന്നൊക്കെ പറയുന്നത് സ്റ്റാറ്റസിന്റെ പ്രശ്നമാണ്.
സ്ത്രീധനം മേടിച്ച് സമ്പാദിക്കാനൊന്നുമല്ല, ഇത്രയും തരാൻ ശേഷിയുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ കല്യാണം കഴിച്ചെന്ന് പറയുന്നത്. എനിക്കൊരു അന്തസ്സല്ലേ? ഞാൻ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, പണമല്ല ജീവിതത്തിൽ വലുത്. കൂടപ്പിറപ്പുകളോടും സഹജീവികളോടുമുള്ള ബന്ധം, അതിൽ നിന്നുണ്ടാകുന്ന സ്നേഹം. എന്താ ശങ്കര? പിന്നെ പാലൂത്ര കോവിലകത്ത് നിന്ന് വരെ മുതലാളിയുടെ മോൾക്ക് ആലോചനകൾ വന്നതാ. അവർക്കൊക്കെ പണമല്ല വലുത്, പാരമ്പര്യമാ. പണമില്ലെങ്കിൽ ഇക്കാലത്ത് പാരമ്പര്യത്തിനൊന്നും യാതൊരു വിലയുമില്ല. പെൺകുട്ടിക്ക് വലിയ സൗന്ദര്യം വേണമെന്നോ ഇംഗ്ലീഷ് സംസാരിക്കണമെന്നോ ഞങ്ങൾ ആവശ്യപ്പെട്ടില്ലല്ലോ. പക്ഷേ സ്ത്രീധനത്തുക ഒത്തുകിട്ടിയാൽ ജാതക പൊരുത്തം പോലും ഞങ്ങൾ വേണ്ടെന്ന് വയ്ക്കും. അതെ. ഏതായാലും ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. ധൃതിയൊന്നുമില്ല. പിന്നെ ഒരു കാര്യം, അവിടെ നിന്ന് എന്തെങ്കിലും അറിവ് കിട്ടിയതിന് ശേഷം മാത്രമേ ഞങ്ങൾ മറ്റൊരു കാര്യം ആലോചിക്കൂ. അത് ഞങ്ങളുടെ വാക്ക്. അല്ല, പയ്യന് പെണ്ണിനെ ഒന്ന് കാണണ്ടേ? എനിക്ക് നിർബന്ധമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് നിർബന്ധമുണ്ടെങ്കിൽ പെണ്ണിനൊരു ഫോട്ടോ ഇങ്ങോട്ട് അയച്ചേക്ക്. ഓ ഓ ശരി. ഇനി ആരാ ടിക്കറ്റ് എടുക്കാനുള്ളത്? ആരാ ടിക്കറ്റ് 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 എടുക്ക. ഒരു വേറ്റുമൽ. എന്നുമേൽ വേറ്റുമൽ. വേറ്റുമേൽ. ടിക്കറ്റ് ടിക്കറ്റ് തരാടോ. ടിക്കറ്റ് തരാനുള്ളതല്ലേ, ഞാൻ ഇവിടെ ഒന്നും വിട്ടു പോവില്ല. അപ്പൊ ഇവിടെ എവിടേക്കാ? ഒരു കാഞ്ഞാമ്പറം. കാഞ്ഞാമ്പറം 1 രൂപ. 1 രൂപ എന്നാലും മതി കേട്ടോ. 1 രൂപ മതി. അപ്പൊ ടിക്കറ്റ് എഴുതൂല. അതെന്താ? അത് ടിക്കറ്റ് എഴുതിയാൽ മുതലാളിക്ക് പോകും കാശ്. ഇതിപ്പോ 1 രൂപ എനിക്കും 50 പൈസ സാധാരണക്കാരനായ യാത്രക്കാരനും. ഈ നാട്ടിലും സോഷ്യലിസം കൊണ്ട് മാഷേ. ആ സോഷ്യലിസം കൈയോടെ പിടിക്കാനാ ഞാൻ ടിക്കറ്റ്. എന്തിനാ എന്താ കാര്യം? ആർക്കൊക്കെ ടിക്കറ്റ് കൊടുത്തിട്ടാന്ന് എനിക്കൊന്ന് മനസ്സിലാക്കണ്ടേ? താനാരാ? എന്നെ മനസ്സിലായി. അതുകൊണ്ടല്ലേ ചോദിച്ചത്. എന്താ ടിക്കറ്റ് പരിശോധിക്കാൻ ഞാനെന്താ ചെക്കിംഗ് ഇൻസ്പെക്ടറോ? മാഷേ, നിങ്ങൾ തലയെ കൂടി മുണ്ടിട്ട് ഒരു CID പോലെ കയറി വന്ന് ഞാൻ ശ്രദ്ധിച്ചു കേട്ടോ. അതുകൊണ്ടല്ലേ അഭ്യാസം കണ്ടി കൊച്ചു കൊള്ളോ എടുക്കണം. പിന്നെ എന്റെ ഡ്യൂട്ടിക്ക് അർത്ഥം വരുത്താനുണ്ടല്ലോ, എന്റെ വിധം മാറും ഉള്ള കാര്യം ഞാൻ ചോദിക്കണം അയാളോട്. അവന്റെ മുഖത്തൊരു കള്ള ലക്ഷണം ഉണ്ടെന്ന് എനിക്ക് ആദ്യമേ തോന്നിയിരുന്നു. എന്നിട്ട് അന്നത് പറഞ്ഞില്ലല്ലോ. ആ MLA ശുപാർശക്കത്ത് കൊടുത്തു വെച്ചോട്ടല്ലേ നമ്മൾ അവനെ നിയമിച്ചത്. ഒരു കാര്യം ചെയ്യാം, ആ MLA കണ്ട് വിവരം പറയാം. എന്തു പറയാൻ? ഈ രാഘവൻ ആള് കള്ളനാണെന്ന് തെളിവുണ്ടോ? അവൻ കള്ളനാണെന്നുള്ളതിന് തെളിവുണ്ടോ എന്ന്? തെളിവുണ്ടോന്ന് ചോദിച്ചാൽ ഇപ്പോ മുതലാളി, തെളിവ് ഞാൻ ഉണ്ടാക്കി തരാം. പക്ഷെ എനിക്ക് അതിനുള്ള അധികാരം തരണം. എങ്ങനെ? എന്നെ ചെക്കിംഗ് ഇൻസ്പെക്ടറായി നിയമിച്ചുകൊണ്ടുള്ള ഒരു ഓർഡർ ഇങ്ങ് എഴുതിത്താ. ഒരു 200 രൂപയും. രൂപയോ? യൂണിഫോം തയ്പ്പിക്കാനേ. കാക്കി. കള്ളൻ രാഘവനെയും അവന്റെ അപ്പൂപ്പനെയും ഞാൻ പിടിച്ച് കൈ തരാം. ശങ്കര, ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ? ഓ, നീ കാക്കി യൂണിഫോം ഒക്കെ ഇട്ട് അങ്ങോട്ട് ചെന്നാൽ നീയും അവന്റെ കൂടെ കൂടി കൈയിട്ട് പാടില്ല എന്നുള്ളതിന് എന്താ ഒരു ഉറപ്പ്? മുതലാളി, ഞാനൊരു കാര്യം പറയാം. ആരെയും വിശ്വാസമില്ലെങ്കിൽ അവനവൻ തന്നെ കണ്ടക്ടർ ആവുന്നതാണ് നല്ലത്. അതല്ല ശങ്കര, ഈ കാക്കിക്ക് അങ്ങനെ ഒരു വലിയ കുഴപ്പമുണ്ട്. കാശ് കണ്ടാ പിന്നെ ആരുടെയാ എന്തിനാ എന്നുള്ളതൊന്നും ഒരു പ്രശ്നമല്ല. അതുകൊണ്ട് പറഞ്ഞതാ. ഏതായാലും നീ തുണിയെടുത്ത് തയ്യക്കട കൊടുത്തോ.